എന്താടാ? ഒന്നും. എത്ര നാളായി നിന്നോട് പറയുന്നേ സാരി കൊടുക്കാൻ. ഇപ്പൊ കണ്ടില്ലേ എന്നാ ലുക്ക. ശരിക്കും എന്താണ് ഇടുക്കിക്കാരൻ അച്ചായോ ക്രഷ് അടിച്ചോ? ക്രഷ് നിന്നോട് ഒന്ന് പോയേടി അവിടെ. നീ എന്റെ ഫ്രണ്ടല്ലേ? ഫ്രണ്ടോ? വെറും ഫ്രണ്ടോ? പറയടാ. ഫ്രണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട്. സോൾമേറ്റ്. സോൾമേറ്റ്. എന്താടി എന്താ? അൽബി, എടാ എനിക്ക് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനോ നിന്നെ കൈ തൂങ്ങി കിടക്കാനൊന്നും പറ്റില്ലല്ലോടാ. അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യില്ലേ? നീ ഇതെന്തോ ഈ പറയുന്നേ? ഇപ്പൊ നീ പറയുന്നത് കേട്ടാ തോന്നുന്നു ഞാൻ എൻ്റെ ചാവാൻ പോവാന്ന്. എടി 2 ദിവസം കഴിഞ്ഞ് എൻ്റെ കല്യാണമാണ്. അതെ, 2 ദിവസം കഴിഞ്ഞാൽ നിന്റെ കല്യാണോ? അതുകൊണ്ടായി പറയണേ. അവൾക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇഷ്ടമല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളായിട്ടൊരു ഗ്യാപ്പ് ഇടുന്നതല്ലേ നല്ലത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. നീ എടാ അത് എടാ നീ ഇപ്പൊ പറഞ്ഞില്ലേ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ. മനസ്സിലാവില്ലടാ. അവൾക്കെന്നല്ല, ഇന്നത്തെ കാലത്ത് ട്രൂ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അങ്ങനെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നില്ല. കാരണം റിലേഷൻഷിപ്സിന്റെ ഒക്കെ പീരീഡ് നഷ്ടപ്പെട്ടു. ഇപ്പോ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ബെസ്റ്റി ആണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആണോ, പിന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻഷിപ്പേ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നു. എന്തൊക്കെയാണ്. അപ്പോ ഇതൊക്കെ കണ്ടും കിട്ടും ജീവിക്കുന്ന സാധാരണക്കാരെ അവളുടെ സംശയത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അപ്പോ നമ്മളായിട്ടൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. നീ ഒന്ന് പോയ ജാൻവി. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും കല്യാണം കഴിഞ്ഞവരാരും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെന്ന്. ആൽബി, അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മാരേജ് കഴിഞ്ഞും ഗേൾസായിട്ട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ശരിക്കും ലക്കിയാടാ. ഇതിപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരു ബോയുടെ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ